ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വിക്സ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എലി, എട്ടുകാലി, അരണ, മൂട്ട എന്നിവയൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ തുരത്താമെന്നുള്ള നല്ല കിടിലൻ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വിക്സ് ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ശരിക്കും ഷോക്കാവും. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ. ഇതുപോലെ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത്. പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 ഗ്രാമ്പുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാത്തൊരു കണ്ടെയ്നറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ എടുക്കുക. കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കരുത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിക്സ് ആണ്. വിക്സിൽ ധാരാളമായിട്ട് മെന്തോൾ അടങ്ങിയിട്ടുണ്ട്. മെന്തോൾ മാത്രമല്ല, എസെൻഷ്യൽ ഓയിൽ, പെട്രോളിയം ജെല്ലി എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു അതുപോലെ തന്നെ വിക്സിന്റെ സ്മെല്ലൊക്കെ പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഈ ഒരു സൊല്യൂഷനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ചുടുവെള്ളമാണ് കേട്ടോ. നമ്മളിത് ഈ ഗ്രാമ്പു അതുപോലെ തന്നെ വിക്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ അതിന്റെ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വിക്സ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇളം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അന്നേരം ഇതിൻ്റെ ഈ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ മതിയാവും കേട്ടോ. നന്നായിട്ട് അതിൻ്റെ എസെൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പൂവിൻ്റെ അതുപോലെ തന്നെ വിക്സിൻ്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് കുറേ സമയത്തേക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് അരിച്ചെടുക്കാം. കാരണം സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ അടഞ്ഞിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിൽ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തും വെക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പാറ്റ, പല്ലിയേലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വിട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. എന്നാലും അതിൻ്റെ സ്മെല്ല് അവിടെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. രാത്രിയിൽ കൂടുതലായിട്ടും പാറ്റാപ്പല്ലി കയറി വരുന്നത് ഈ ഹോളിലൂടെയാണ്. അപ്പോൾ അവിടെയും ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാത്രിയിലും അതുപോലെ തന്നെ ആളനക്കമില്ലാത്ത സമയത്തും ഇതുപോലെ നനവുള്ള പ്രദേശങ്ങളിലും കൂടുതലായിട്ട് പാറ്റ, പല്ലിയൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ കർട്ടൻ്റെ ഭാഗത്തും നമ്മളുടെ അലമാരയുടെ അടിയിലും എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ യാതൊരു പ്രോബ്ലവും ഇല്ല. നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. യാതൊരു കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. ഇതുപോലുള്ള ഒരു കട്ടിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അടിയിൽ പാറ്റകളുടെ ഒരു വിളയാട്ടം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ കോർണറിലും നമ്മളൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് അതിൻ്റെ അടിയിലുണ്ടെങ്കിലൊക്കെ അവകൾ ഓടിപ്പോയിക്കോളും. പിന്നെ ആ പരിസരത്തൊന്നും അവകളൊന്നും കാണില്ല കേട്ടോ. ഇതുപോലുള്ള അലമാരയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാകും പാറ്റ, പല്ലിയൊക്കെ തന്നെ. ഈ സൊല്യൂഷൻ എട്ടുകാലിക്കും അതുപോലെ തന്നെ മൂട്ടയ്ക്കും അട്ടയ്ക്കും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ മൂട്ട, അട്ടയൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അവകളൊക്കെ ചത്തു പോകുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. ഇതുപോലെ ഷോക്കേഴ്സിലൊക്കെ നമ്മൾ ഷോക്ക് വേണ്ടിയിട്ട് മണി പ്ലാന്റ് ഒക്കെ വെക്കാറുണ്ടല്ലേ, അതിൽ ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൊതുക്, കൊച്ചീച്ചകളൊക്കെ ധാരാളമായിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊതുകും ഈച്ചകളും ഒന്നും തന്നെ വരില്ല കേട്ടോ. ഇനി ഞാനത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ വാഷ് ബേസിലാണ്. ഇതിലൂടെ വരുന്ന പാറ്റ, പല്ലി ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല അതിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മെഴുകുതിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ നൂല് കട്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നൂലൊക്കെ മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ നൂല് നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവും നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള മെഴുകുതിരി വാങ്ങണം എന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കത്തിച്ചിട്ട് ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. നമ്മളത് വലിച്ചെറിഞ്ഞ് കളയൊന്നും വേണ്ട. ഈ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു നൂല് കട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് സ്ലൈസ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ നൂല് കട്ടാവാതെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും കേട്ടോ. അപ്പോൾ 2 മെഴുകുതിരി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കർപ്പൂരം. കർപ്പൂരത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കയറി കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിക്സാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. പനി ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ വിക്സൊക്കെ തേച്ച് കൊടുക്കാറുണ്ടല്ലേ. ചിലർക്ക് അതിൻ്റെ സ്മെല്ല് തന്നെ പിടിക്കില്ല. അപ്പം അങ്ങനെയുള്ള മക്കൾക്ക് ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയില്ല. അവരറിയാതെ തന്നെ ശ്വസിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ആവി പിടിക്കാനൊക്കെ മടിയില്ലാത്ത മക്കളാണെങ്കിൽ ചുടുവെള്ളത്തിൽ കുറച്ച് വിക്സും കല്ലുപ്പും കൂടെ ഇട്ടിട്ട് ആവി പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ കഫക്കെട്ടിനും അതുപോലെ തന്നെ ജലദോഷത്തിനൊക്കെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പം മെഴുകുതിരി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കത്തിച്ച് വെക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ കംഫർട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് കത്തിച്ച് വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു മെഴുകുതിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ട് 100% തന്നെ ഉറപ്പാണ്. പാറ്റ, പല്ലി, ഈച്ച, കൊതുക്, പൊടിയീച്ച ഒന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കാൻ പറ്റും നാച്ചുറൽ റെമഡി തന്നെയാണ്. ഇത് ശ്വസിക്കുന്നത് മൂലം പ്രായമാർക്കും കുട്ടികൾക്കും യാതൊരു പ്രോബ്ലം വരുന്നതല്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനൊരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് ഉരുകി ആ ഗ്ലാസ്സിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരി വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലിയെ തുരത്താനുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ് ആയാലും തേങ്ങ ആയാലും നമ്മുടെ എലികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയിലേക്ക് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻ കാരണം അത് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് വിക്സും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എലിയെ തുരത്താനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, രാത്രി സമയങ്ങളിൽ മാത്രം നമ്മൾ വെച്ച് കൊടുക്കുക. ഇത് കോഴിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കോഴിയും പൂച്ചയൊക്കെ ചത്തുപോകും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ എനിക്ക് ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്നും ഒരു 4 ബോൾസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് യൂസ് ചെയ്യാത്ത പാത്രമോ അല്ലെങ്കിൽ ചിരട്ടയൊക്കെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓരോരോ ബോൾസ് വെച്ച് കൊടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള തേങ്ങയും ബിസ്ക്കറ്റും എലികളെ വല്ലാണ്ട് ആകർഷിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അത് എടുത്ത് കഴിക്കും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വിനീഗർ, ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിക്സൊക്കെ അതിൻ്റെ വയറ്റിലേക്ക് പോയിട്ട് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരികയും
വയറ് വീർത്ത് ചത്തുപോകാൻ ഇടയാവുകയും ചെയ്യും. നമ്മൾ വിക്സ് ഇന്റേണൽ ആയിട്ട് യൂസ് ചെയ്യാറില്ല, എക്സ്റ്റേണൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇന്റേണൽ ആയിട്ട് എലികളുടെ വയറ്റിലേക്ക് പോകുമ്പോൾ 100% തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത്. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.